ഭാരതത്തിന്റെ ഉൽപ്പന്നമെന്നാൽ മികച്ച ഗുണനിലവാരം എന്നതിന്റെ പര്യായമായി മാറണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കൃത്രിമ ബുദ്ധി മുതൽ നമ്മൾ നിർമ്മിക്കുന്ന എല്ലാ ഉൽപ്പന്നങ്ങളുടെയും ഗുണനിലവാരം ഉയർത്തണം. യുവതലമുറയ്ക്കിടയിൽ ഭജൻ സംസ്കാരം വളർന്നു വരുന്നതിൽ പ്രതിവാര റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി സന്തോഷം രേഖപ്പെടുത്തി. ദേശീയ സമ്മതിദായക ദിനമായ ഇന്ന് വോട്ട് ചെയ്യേണ്ടതിന്റെ ആവശ്യകത ചൂണ്ടിക്കാട്ടിയാണ് പ്രധാനമന്ത്രി മൻ കി ബാത്ത് ആരംഭിച്ചത്. വോട്ട് ചെയ്യാൻ പോകുന്ന യുവ വോട്ടർമാരെ സമൂഹം പ്രോത്സാഹിപ്പിക്കണം. ഇതിലൂടെ ജനാധിപത്യ പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കണം. റിപ്പബ്ലിക് ദിനം ഭരണഘടനാ ശില്പികളെ ആദരിക്കാൻ ലഭിച്ച വലിയ അവസരമായി കാണണമെന്നും പ്രധാനമന്ത്രി. जैसे हम जन्मदिन पर शुभकामनाएं देते हैं और उसे सेलिब्रेट करते हैं, ठीक वैसे ही जब भी कोई युवा पहली बार मतदाता बने तो पूरा मोहल्ला, गांव या फिर शहर एकजुट होकर उसका अभिनंदन करें. ഇന്ത്യ ലോകത്തിലെ മൂന്നാമത്തെ വലിയ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റമായി വളർന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടു. കൃത്രിമ ബുദ്ധി, ബഹിരാകാശം, ആണവോർജം, സെമി കണ്ടക്ടറുകൾ, മൊബിലിറ്റി, ഗ്രീൻ ഹൈഡ്രജൻ, ബയോടെക്നോളജി തുടങ്ങി വിവിധ മേഖലകളിൽ ഇന്ത്യൻ സ്റ്റാർട്ടപ്പുകൾ സജീവമാണ്. നമ്മൾ നിർമ്മിക്കുന്ന എല്ലാ ഉൽപ്പന്നങ്ങളുടെയും ഗുണനിലവാരം ഉയർത്തണം. അത് വസ്ത്രമായാലും സാങ്കേതിക വിദ്യയായാലും ഇലക്ട്രോണിക്സ് ആയാലും പാക്കേജിംഗ് ആയാലും ഇന്ത്യൻ ഉൽപ്പന്നം എന്നതിന്റെ അർത്ഥം മികച്ച ഗുണനിലവാരം എന്നാകണമെന്നും പ്രധാനമന്ത്രി. इस वर्ष हम पूरी ताकत से क्वालिटी को प्राथमिकता दें. हम सबका एक ही मंत्र हो, क्वालिटी, क्वालिटी और सिर्फ क्वालिटी. യുവതലമുറയ്ക്കിടയിൽ ഭജൻ സംസ്കാരം വളർന്നു വരുന്നതിൽ പ്രധാനമന്ത്രി സന്തോഷം രേഖപ്പെടുത്തി. ഇന്ത്യൻ സംസ്കാരം യുവജനങ്ങൾ ഏറ്റെടുത്തതിൽ അഭിമാനം തോന്നുന്നു. സംഗീത നിശകൾ ആസ്വദിക്കും പോലെയാണ് ഇന്ത്യൻ നഗരങ്ങളിൽ നിലവിൽ യുവാക്കൾ ഭജൻ കൂട്ടായ്മകൾ ആസ്വദിക്കുന്നതെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. എസ് ശ്രീകാന്ത്, ജനം, ഡൽഹി.